ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, വേറെ ഒന്നുമില്ല. അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ഇരുന്ന് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അല്ലു അർജുൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വന്ന് ആളുടെ പടത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിൽ ആദ്യം തന്നെ സൺ പിക്ചേഴ്സിൻ്റെ ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അല്ലു അർജുൻ്റെ 22ാമത്തെ പടം എന്ന് വെച്ചാൽ അടുത്ത പടം അറ്റ്ലിയാണ് എടുക്കാൻ വന്നത്. അറ്റ്ലിയുടെ 6ാമത്തെ പടമാണ്. A22x എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഗിയർ ഓഫ് എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ വന്നതിന് ശേഷം 2 മില്യൺ പ്ലസ് വ്യൂസും 6 മില്യൺ പ്ലസ് വ്യൂസും 15 മില്യൺ പ്ലസ് വ്യൂസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഗംഭീര വീഡിയോ ആയിട്ടാണ് തോന്നിയത്. എന്നുവെച്ചാൽ ഗ്ലിംസ് കാര്യങ്ങളൊന്നല്ല, ഇവര് മൂന്നാക്കാര് എന്ന് വെച്ചാൽ കലനിധിമാരൻ, അറ്റ്ലി, അല്ലു അർജുൻ ഇവർ മൂന്നാക്കാരും കൂടിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ രീതിയിലുള്ള സംഭവം. പിന്നെ കുറേ VFXന്റെ ടീമിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു സംഭവം. അതായത് അവരുടെ അഭിപ്രായങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും ഇപ്രാവശ്യം ഉണ്ണിക്കാൻ പോകുന്നത് ഒരു ഗംഭീര സംഭവത്തിന് എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അറ്റ്ലി ഇതുവരെ പിടിക്കാത്ത ഒരു സംഭവം പിടിച്ചിട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട്. സൂപ്പർ ഹീറോ രീതിയിലുള്ള സംഭവം എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം കുറേ VFX കമ്പനിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ മാർവൽ സ്റ്റുഡിയോസിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്, അവതാർ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലത്തെ VFX ചെയ്യുന്ന ആൾക്കാരുടെ പേര് ലോല VFX, സ്പെക്ട്രൽ മോഷൻ, ILM, ടെക്നോപ്രോപ്സ്, ലെഗസി, അയൺ ഹെഡ് സ്റ്റുഡിയോ. ഇവരൊക്കെയാണ് VFX മെയിനായിട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തല എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്റ്റോറി. ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻസൊക്കെ ഉള്ള സംഭവങ്ങളാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ സ്റ്റോറി ഈസ് അൺബിലീവബിൾ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ളത്. ഇതിൽ DIGing പരിപാടികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതിജിയുടെ പടത്തിൽ ചെയ്തായിരുന്ന അതേമാതിരത്തെ ഒരു പ്രോസസ്സ് ഇതിൽ അല്ലു അർജുനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാണാത്തന്നെ എന്തായാലും വീഡിയോ കണ്ടു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള സായി അഭ്യൻകർ എന്നുള്ളതാണ് കേൾക്കുന്നത്. ആളിനായിരിക്കും മിക്കവാറും ചെയ്യേണ്ടായിരിക്കുക. ഏകദേശം കൺഫേം ആയ രീതിയിൽ കേൾക്കുന്നതാണ്. പിന്നെ ത്രിവിക്രമിന്റെ പടം A23 മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ A23 എന്നുള്ളവർ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ ത്രിവിക്രം ഫിലിം എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. മിക്കവാറും ഈ അറ്റ്ലിയുടെ പടം കഴിഞ്ഞാൽ ഈ പടം തന്നെയായിരിക്കും തുടങ്ങേണ്ടത്. ഇനി രണ്ടും അങ്ങോട്ടും മാറി ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ല. തോന്നുന്നത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി സ്പെഷ്യൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിൾ ലൈക്കും ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.